നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു സേക്ക് ഇത്രയധികം വീഡിയോസ് ഇട്ടിരുന്നതിൻ്റെ പ്രധാന കാരണത്തിലൊന്ന്, നമുക്ക് ഏറ്റവും വളരെ പരിമിതമായ സമയമുള്ളൂ. ഒന്നാമത് പ്ലസ് ടു സേ എഴുതുന്ന കുട്ടികൾക്ക് 10, 20, 22 ദിവസമേ ഉള്ളൂ. 22 ദിവസം കൊണ്ട് ജയിക്കുമെന്ന് ചോദിക്കുന്ന കുട്ടികളോട് ഞാൻ എപ്പോഴും പറയും 10 ദിവസം മതിയുടെ ജയിക്കാൻ. പക്ഷേ കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ക്ലാസ്സസും എല്ലാം കിട്ടിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാം. അതിന് വലിയ മാജിക്കുകളൊന്നുമല്ല, കഷ്ടപ്പെടണം, ആ ക്വസ്റ്റ്യൻസ് പക്കയായിരിക്കണം. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോഴാണ് കുട്ടികൾ ജയിക്കുക. നമ്മുടെ എല്ലാ ബാച്ചുകളിലും എല്ലാ വർഷവും ജയിക്കാനുള്ള കാരണവും ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ ആഴ്ച തന്നെ 4 ലൈവ് ക്ലാസ്സുകൾ പോയി. അടുത്ത ആഴ്ചയും ഇതുപോലെ ലൈവ് ക്ലാസ് കൊണ്ട് റെക്കോർഡ് ക്ലാസ്സുകളും ഏത് സമയം കാണാൻ പറ്റുന്ന ക്ലാസ്സുകളും നോട്ട്സും എല്ലാം വരുമ്പോഴാണ് അടിപൊളിയാകുന്നത്. കെമിസ്ട്രി പലർക്കും ഭയങ്കര പേടിയാണ്. കാരണം ഇപ്പം മാത്സിൽ ഇൻ്റഗ്രേഷൻ പോലെ, ഡിഫറൻസിയേഷൻ പോലെ, ഫിസിക്സിൽ റയോപ്റ്റിക്സ് പോലെ നമ്മൾ പഠിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാത്തതാണ് കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി. പക്ഷേ ഭയങ്കര വെയിറ്റേജ് ഉണ്ട് ആ ചാപ്റ്ററുകൾക്കെല്ലാം. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാതെയും ഡബിൾ പാസ് മാർക്ക് മേടിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാതെ തന്നെ ഇപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ലാസ്റ്റ് 2 ചാപ്റ്റർ, ഇപ്പോൾ അമീൻസ് ആയാലും ബയോമോളിക്യൂൾസ് ആയാലും ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അത് മാത്രം പഠിച്ചാൽ ഉറപ്പിക്കുക. ഇത് കാണുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ഉറപ്പിക്കാം, ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നമ്മളൊക്കെ ആ രീതിയിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഓർഗാനിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. എന്നാൽ പോലും ഈ 5 ചാപ്റ്റർ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് മേടിക്കാം, ഉറപ്പായിട്ടും മേടിക്കാം. അല്ല, ഓർഗാനിക് കെമിസ്ട്രി ഇനി ബേസ് മുതൽ പഠിച്ച് വലിയ പാടാണ്, അതെല്ലാം നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ്. അതില്ലാതെയും നമുക്ക് ജയിക്കാം. അന്നേരം അതിനകത്ത് ഒരു ടെൻഷൻ വേണ്ട. അങ്ങനെയുള്ള പാഠങ്ങൾ എടുത്ത് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. അന്നേരം നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാം. ഒരു ടെൻഷനും വേണ്ട. ഈ പറഞ്ഞ പോലെ റിസൾട്ട് എന്നല്ല, 100% നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കൂടുതൽ മേടിച്ച് ജയിക്കുകയും ചെയ്യാം. അന്നേരം ഓർഗാനിക് കെമിസ്ട്രി ഇല്ലാതെയും ജയിക്കാമെന്ന് മനസ്സിലായല്ലോ. ഉറപ്പായിട്ടും ജയിക്കാം. കാരണം ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് കൃത്യമായും വ്യക്തമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ടും പഠിച്ചാൽ ഉറപ്പായിട്ട് ജയിക്കാം. വേറെ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ജയിക്കാം. മാത്സ് ആയാലും, ഫിസിക്സ് ആയാലും, അക്കൗണ്ടൻസി ആയാലും, എക്കണോമിക്സ് ആയാലും, ഹ്യൂമാനിറ്റീസിൻ്റെ ഇപ്പം ഹിസ്റ്ററി ആയാലും, പൊളിറ്റിക്സ് ആയാലും, ഏത് വിഷയം. എന്നിട്ട് ഇതൊക്കെ ഒരു കൃത്യതയോടുകൂടി പോയാൽ കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കുകയും ചെയ്യും. നല്ലപോലെ പഠിപ്പിക്കുകയാണെങ്കിൽ പഠിക്കുകയും ചെയ്യും, നിങ്ങൾ ജയിക്കുകയും ചെയ്യും. അന്നേരം ടെൻഷൻ വേണ്ട, ജാഗ്രത വേണം. നെവർ എവർ ഗിവ് അപ്പ്.